ഷാജിയൻ കരുൺ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. ഈ താരസംഘടനയിലെ രാജി അത് വളരെ നല്ലതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുകേഷ് നയരൂപീകരണ സമിതിയിൽ തുടരണമോ, അക്കാര്യത്തിലും സർക്കാർ തീരുമാനത്തിനായി കാത്തിരിക്കുന്നു. തുടരണമോ വേണ്ടയോ എന്ന് സ്വയം തീരുമാനിക്കേണ്ടത് മുകേഷാണെന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാണാം. അല്ല, അമ്മ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സമിതി അല്ലെങ്കിൽ അവർ ഏറ്റെടുത്ത ജോലി അവർ പൂർണ്ണമായിട്ടും അത് ഭംഗിയായിട്ട് കലാശിച്ചില്ല എന്നുള്ളൊരു തോന്നലിൽ ഒരു മൊത്തത്തിലൊരു കമ്മിറ്റി ആ സംഘടന രാജിവെക്കുന്നതിൽ അർത്ഥമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവർ മൊത്തത്തിൽ മാറി നിന്നൊരു പുതിയ കമ്മിറ്റി വരട്ടെ എന്ന് മോഹൻലാൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ നല്ല മനസ്സ് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് മുകേഷ് എടുക്കേണ്ട ഒരു തീരുമാനമാണ് വാസ്തവത്തിൽ. നമുക്ക് MLAയുടെ മോറൽ ഒബ്ലിഗേഷൻസ് പലതും ഉണ്ട്, അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. ഷാജിയൻ കരുൺ പറഞ്ഞതിൽ വളരെ ശക്തമായൊരു സൂചനയുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അത് മുകേഷാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറയുമ്പോൾ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഫിലിം കോൺക്ലേവിൻ്റെ ഒരു കരട് നയരൂപീകരണം എന്ന ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന സമിതിയുണ്ട്. ആ സമിതിയിൽ അദ്ദേഹം തുടരണമോ എന്ന് സ്വയം തീരുമാനിക്കട്ടെ എന്ന് ഷാജിയൻ കരുൺ പറയുമ്പോൾ അതിലൊരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതുപോലെ തന്നെ സർക്കാർ തീരുമാനിക്കട്ടെ, സർക്കാർ തീരുമാനത്തിനനുസരിച്ചാണ് ഒരു സമിതിക്ക് മുന്നോട്ട് പോകാനാകൂ. അത്തരം കാര്യങ്ങൾക്കും ചില തീരുമാനങ്ങൾക്കും വേണ്ടുന്ന ഒരു തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ളൊരു സമയമുണ്ട്. ആ ഘട്ടമാണിത് എന്നുകൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇപ്പോൾ കീർത്തിക്കൊപ്പം നമ്മൾക്കൊപ്പം സാലി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. സാലി, ഇതിനിടയിൽ ഈ താരസംഘടനയുടെ തീരുമാനം, ഭരണസമിതി അപ്പാടെ രാജിവെച്ചൊഴിയാൻ തീരുമാനിച്ചത് മാറ്റത്തിൻ്റെ ഒരു വലിയ സൂചനയാണ് എന്നൊക്കെയാണ് ഫെഫ്ക അതേക്കുറിച്ച് പറഞ്ഞത്. അതായത് നവീകരണത്തിന് തുടക്കമാകട്ടെ എന്നാണ് ഫെഫ്ക ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ തന്നെ വിമർശനം ഇപ്പോൾ താരങ്ങൾക്കിടയിലുണ്ട്, അഭിനേതാക്കൾക്കിടയിലുണ്ട്. കാരണം അങ്ങനെ രാജിവെച്ച് പോവുകയല്ല, നയിച്ചുകൊണ്ട് തന്നെ ഭരണസമിതിയിൽ തുടർന്നുകൊണ്ട് തന്നെ അതിനെ നവീകരിക്കാൻ ആണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് പറയുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്, ടൊവിനോ അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ താരസംഘടനയ്ക്ക് സംഭവിക്കുന്ന ഒരു തലമുറ മാറ്റമാണോ, ഭരണ നേതൃത്വത്തിൻ്റെ ഒരു തലമുറ മാറ്റത്തിൻ്റെ ലക്ഷണം കൂടി ഇതിൽ കാണാനുണ്ടോ? ശരത്ത്, അതുകൊണ്ട് മറ്റ് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ വിഷയത്തിൽ, അതായത് ലൈംഗിക പീഡനം അടക്കമുള്ള പ്രശ്നങ്ങൾ നേതൃത്വത്തിനെതിരെയും മുതിർന്ന അംഗങ്ങൾക്കെതിരെയൊക്കെ ഉയർന്നു വന്നപ്പോൾ നിലവിലെ നേതൃത്വം ശരിയായ നിലപാട് സ്വീകരിച്ചില്ല എന്ന് വിശ്വസിക്കുന്ന യുവതാരങ്ങൾ ഒരുപാട് പേരുണ്ട്. അതിൽ സ്ത്രീ പ്രാതിനിധ്യമുണ്ട്. അങ്ങനെ അത്തരം ആളുകളെല്ലാം കൂടി ഒരർത്ഥത്തിൽ അതിന് നേതൃത്വം നൽകിയ ആൾ ജഗദീഷാണ് എന്ന് പറയാം. ജഗദീഷാണ് എന്ത് കാരണം കൊണ്ടാണെങ്കിലും പരസ്യമായ പ്രതികരണമായി ആദ്യ രംഗത്തെത്തിയത്. പിന്നീട് പൃഥ്വിരാജ് അടക്കമുള്ളവർ വന്നു. ഇപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ വാർത്തയാണ് വരുന്നതെങ്കിൽ എക്സിക്യൂട്ടീവിൽ ആ രണ്ട് സരയുവും അനന്യയുമാണ് നേരിട്ട് അക്കാര്യത്തിലൊരു ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ചത്. ഒടുവിൽ ഇവർ വഴങ്ങുകയായിരുന്നു പൊതു തീരുമാനത്തിന് എന്നുള്ളതാണ്. അതിൽ മോഹൻലാൽ വിശദീകരിച്ചത്, ഇത് നമ്മൾ പൊതുവിൽ രാജിവെക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് വരേണ്ടത്, അതിലൊരു ഭിന്നത അറിയേണ്ട ആവശ്യമില്ല എന്ന് മോഹൻലാൽ വിശദീകരിച്ചു. മാത്രമല്ല, അദ്ദേഹം ഓൺലൈൻ എക്സിക്യൂട്ടീവിൽ പറഞ്ഞത്, ഇക്കാര്യത്തിൽ നമ്മളൊരു നിയമോപദേശം തേടിയിട്ടുണ്ട്. ആ നിയമോപദേശത്തിൽ ഇങ്ങനെ ഭൂരിപക്ഷം പേര് രാജിവെച്ചു പോകുമ്പോൾ ഈ കമ്മിറ്റി തന്നെ ഇല്ലാതാകും എന്ന തരത്തിലാണ് ഇതിൻ്റെ ഭരണഘടന. അതുകൊണ്ട് തന്നെ ഇത് പൊതുരാജി ഒരു മൊത്തത്തിൽ എല്ലാവരും രാജിവെക്കുന്നു എന്ന പ്രതീതി തന്നെ ഇരിക്കട്ടെ, എല്ലാവരും രാജിവെക്കുക എന്ന നിർദ്ദേശം ഒടുവിൽ എല്ലാവരും അംഗീകരിക്കുകയായിരുന്നു. പക്ഷേ ഭിന്നാഭിപ്രായം അതിൽ ഉയർന്നു എന്ന് തന്നെയാണ് ഈ രണ്ടുപേരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിൽ ടൊവിനോ പരസ്യമായ ഒരു പ്രതികരണത്തിനോ ഫോണിൽ ബന്ധപ്പെടുമ്പോഴോ ഫോൺ എടുക്കാൻ പോലും തയ്യാറാകുന്നില്ല. മറ്റ് ചില ആളുകൾ മാത്രമാണ് ടൊവിനോയുടെ പേര് പറഞ്ഞത്. പക്ഷേ കമ്മിറ്റിയിൽ പങ്കെടുത്ത മറ്റ് ചില ആളുകൾ ഇപ്പോൾ പറയുന്നത് ടൊവിനോ അങ്ങനെ ഒരു ഭിന്നാഭിപ്രായം പറഞ്ഞില്ല എന്നുള്ളതാണ്. ടൊവിനോ അക്കാര്യത്തിലൊരു വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല. പക്ഷേ ഈ 4 പേരുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയുമാണ്. ഇന്ന് ഫെഫ്കയുടെ മറ്റൊരു പ്രതികരണം വന്നത് ഈ കേസിലടക്കമാണ്. അതായത് ഈ കൂട്ടരാജിയിലടക്കം താരസംഘടനയായ അമ്മയിലെ എക്സിക്യൂട്ടീവ് ഒന്നടങ്കം രാജിവെച്ചത് വിപ്ലവകരമായൊരു നവീകരണത്തിന് തുടക്കമാവട്ടെ എന്നൊരൊറ്റ വാചകം മാത്രമാണ് ആ പ്രസ്താവനയിലുള്ളത്. ഏതാണ്ട് 2 പേജിലധികം വരുന്ന വിശദമായൊരു പ്രസ്താവനയാണ് ബി ഉണ്ണികൃഷ്ണൻ ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ ഒരൊറ്റ വാചകമേ ഈ അമ്മയുടെ കൂട്ടരാജി സംബന്ധിച്ച് പ്രതികരണമായുള്ളൂ. അതിൽ പറയുന്നത് വിപ്ലവകരമായൊരു നവീകരണത്തിന് ഈ രാജി തുടക്കമാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് അവസാനിക്കുന്നു. ബാക്കിയെല്ലാം ഫെഫ്കയുടെ നിലപാടാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം, ആ റിപ്പോർട്ടിൽ ഫെഫ്കയുടെ നിലപാട്, അതിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ, അതിനെയൊക്കെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു മാർഗരേഖയാണ് എന്നാണ് ഫെഫ്ക കാണുന്നത്. ലൈംഗിക അതിക്രമം നടത്തിയ മുഴുവൻ ആളുകളുടെയും പേര് പുറത്തു വരണം എന്ന് തന്നെയാണ് ഫെഫ്കയുടെ നിലപാട്. ഇനി പക്ഷേ അതിൽ സംഘടനാപരമായ നടപടി സംബന്ധിച്ച് ഫെഫ്ക വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. കുറേ പേർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്, ഫെഫ്ക അംഗങ്ങൾക്കെതിരെ.
അതിൽ ഏതെങ്കിലും തരത്തിൽ പോലീസ് അന്വേഷണത്തിൽ അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയോ കോടതി അവർക്കെതിരെ എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തുകയോ ഈ ആളുകളുടെ അറസ്റ്റിലേക്ക് നീങ്ങുകയോ ചെയ്താൽ അവർക്കെതിരെ സംഘടനാപരമായി നടപടിയെടുക്കും എന്നാണ്. അതിനർത്ഥം ഈ ഒരു നിയമ നടപടിയിലേക്ക് പോലീസോ കോടതിയോ മറ്റ് സംവിധാനങ്ങളോ കടന്നില്ലെങ്കിൽ ആരോപണങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു നടപടിയിലേക്ക് തൽക്കാലമില്ല എന്നൊരു സൂചന അതിലുണ്ട്. പക്ഷേ അത് അങ്ങനെ പറഞ്ഞിട്ടില്ല. തീരുമാനമുണ്ടായാൽ, നടപടി ഉണ്ടായാൽ മാത്രം സംഘടനാപരമായ അച്ചടക്ക നടപടിയിലേക്ക് കടക്കും എന്നാണ് വിശദീകരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തെ, ഈ ഉയർന്നു വന്നിരിക്കുന്ന പൊതു സാഹചര്യത്തെ സമഗ്രമായി അഡ്രസ്സ് ചെയ്യാനാണ് ഫെഫ്ക തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഫെഫ്ക വിശദീകരിക്കുന്നു. അതിൽ സർക്കാർ എടുത്ത നടപടികളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച നടപടി സ്വാഗതം ചെയ്യുന്നു. അതിന്മേൽ തുടർ നടപടികൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഫെഫ്ക വിശദീകരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത് എന്ന് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഈ വനിതാ അംഗങ്ങൾ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി വനിതാ അംഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കും. ഒപ്പം വനിതാ അംഗങ്ങളുടെ ഒരു കൺവെൻഷൻ വിളിച്ചു ചേർക്കും. ഒപ്പം തന്നെ ഈ ഫെഫ്കയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിവിധ സംഘടന ഓർഗനൈസേഷൻസ് ഉണ്ട്. ഫെഫ്ക വിവിധ യൂണിയനുകളുണ്ട്. ഫെഫ്കയുടെ ആ ഓരോ യൂണിയനുകളുടെയും എക്സിക്യൂട്ടീവ് സംയുക്തമായി യോഗം ചേരും. സെപ്റ്റംബർ 2, 3, 4 തീയതികളിൽ കൊച്ചിയിലാണ് യോഗം ചേരുക. അതിൽ ഒരു നിലപാട് തീരുമാനിക്കും. ആ നിലപാട് ഒരു കർമ്മരേഖയായി സർക്കാരിന് സമർപ്പിക്കും. ആ യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് സിനിമാ മേഖലയിലെ സഹോദര സംഘടനകളുമായി ചർച്ച നടത്തും.